ഹലോ. അങ്ങനെ ഞാൻ എമ്പുരാൻ കണ്ടു. ലൂസിഫർ 2 എമ്പുരാൻ വളരെ നല്ല സിനിമ, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഇന്നലെ 1 മണി തൊട്ട് ഞങ്ങൾ ഉറക്കമുളച്ച് പോയി തിയേറ്ററിന് മുമ്പിൽ നിന്ന് കണ്ടതാണ്. അപ്പോൾ ഉറക്കമുളച്ചത് വെറുതെ ആയില്ല. നല്ല സിനിമയാണ്, നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും. പിന്നെ അതുപോലെ തന്നെ വളരെ മികച്ച അവതരണം, എല്ലാം നല്ല രസമായിട്ടുണ്ട്. പൃഥ്വിരാജും ഒക്കെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരുപാട് ആഗ്രഹമായിരുന്നു ലൂസിഫർ 2 ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അത് ആദ്യം തന്നെ കാണണം എന്നുള്ളത്. അപ്പോൾ ഞങ്ങൾ പോയതിൻ്റെ ഒരു വിശേഷം കൂടെ ഇപ്പോൾ പറയുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എങ്ങോട്ട് പോകുമെന്നറിയാവോ? എമ്പുരാൻ ഇറങ്ങുകയാണ് രാവിലെ 6:30 ഫാൻ ഷോയ്ക്ക് ഞാനും പോകുന്നുണ്ട്. എമ്പുരാൻ്റെ വിശേഷങ്ങളും ഒക്കെ പറയാമെന്ന് വിചാരിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല പടമാവണേ. എന്തായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ലൂസിഫറിൻ്റെ ബാക്കിയല്ലേ, നമുക്ക് എന്തായാലും കാണണം. ആകാംക്ഷയായിട്ടിരുന്ന ഫിലിമാണ്. അപ്പോൾ അത് കാണാൻ തന്നെയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ കായംകുളം SB തിയേറ്ററിലാണ് ഞങ്ങൾ പോകുന്നത്. ഞാനും അനന്തും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി, കാരണം വീട്ടിൽ സമയത്തിന് ഇറങ്ങാൻ നിന്ന് ഉറങ്ങിപ്പോയാലോ. 6:30 ഷോ. അങ്ങനെ ഞങ്ങൾ ഓരോ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി സിനിമ കണ്ടിട്ട് സിനിമയുടെ ഡീറ്റെയിൽസ് പറയാം. അങ്ങനെ ഞങ്ങൾ തിയേറ്ററിൽ എത്താറായി. തിയേറ്ററിനകത്തോട്ട് കയറി. സെക്കൻഡ് ഹാഫാണ് കുറച്ചുകൂടെ മികച്ച് നിൽക്കുന്നത്. ഫസ്റ്റ് ഹാഫും കുഴപ്പമില്ല, വെറൈറ്റിയാണ്. പടം കണ്ടുകൊണ്ടിരിക്കാം, ബോറടിക്കില്ല. നല്ല സിനിമയാണ്, എല്ലാവരും കാണണം. ഞങ്ങൾ പടം കണ്ടിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫോട്ടോസ് എടുത്തു, അതിലേക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് അതിനകത്തെ ഫയർ. കൊള്ള അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കെന്തായാലും കണ്ട് ഇരിക്കാൻ പറ്റിയ സിനിമ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണുക. സിനിമ കണ്ടിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി ഈ വീഡിയോയിൽ പറയുക. അപ്പോൾ ഓക്കെ. അങ്ങനെ എമ്പുരാൻ കണ്ടു. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം, വളരെ നല്ല സിനിമയാണ്. ഉറക്കമുളച്ചത് വെറുതെ ആയില്ല. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ഡീൽ.